ജനാധിപത്യത്തിലൂടെ, വർഗീയ ധ്രുവീകരണത്തിലൂടെ, അല്ലെങ്കിൽ ജനാധിപത്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രവർത്തിക്കാനുള്ള ഒരു അവസരമാണ്. ആ അവസരത്തെ ദുരുപയോഗിച്ചുകൊണ്ടാണ് വർഗീയ പ്രസ്ഥാനങ്ങൾ നാടിന്റെ രാഷ്ട്രീയ ആഖ്യാനം മാറ്റിമറിച്ചുകൊണ്ട് നമ്മുടെ ചിന്താഗതിയെ ഒരു പ്രത്യേക രീതിയിൽ എത്തിച്ച് തെരഞ്ഞെടുപ്പ് വിജയം നേടുന്നത്. നമുക്കറിയാം, പാർലമെന്ററി സംവിധാനത്തില് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നവർ ജയിക്കും എന്നുള്ളതാണ് നില. അങ്ങനെ കൂടുതൽ പേർ ജയിക്കുമ്പോൾ സ്വാഭാവികമായും ഭരണം സ്വന്തമാക്കാനും സാധിക്കും. ഭരണം സ്വന്തമാക്കി കഴിഞ്ഞാൽ നാടിന്റെ തലവന്മാരായി മാറേണ്ടവർ, രാജ്യത്തിന്റെ ഭാഗതയെ നിർണയിക്കേണ്ടവർ, എങ്ങനെയാണോ കൊളോണിയൽ ശക്തികൾ ഇന്ത്യയെ രണ്ടായി ചേരി തിരിച്ച് വിഭജനത്തിലേക്ക് കൊണ്ടുപോയത്, സമാനമായ വിധത്തിൽ നമ്മുടെ നാട്ടില് അപരമത വിദ്വേഷമുണ്ടാക്കി പരസ്പരം ഏറ്റുമുട്ടിച്ച് പരസ്പര വൈരമുണ്ടാക്കി കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥിതിവിശേഷം ഇപ്പോൾ പ്രത്യേകമായൊരു ഘട്ടത്തിലെത്തി എന്നുള്ളത് ഐഷ ഘോഷ് സ്വന്തമായിട്ടുള്ള ഒരു അനുഭവത്തിലൂടെ പറഞ്ഞു തരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാജ്യത്തെ വിദ്യാർത്ഥികൾ മാത്രമല്ല, വലിയ വ്യവസായ നഗരങ്ങളിൽ മുൻപ് കാണാത്ത വിധത്തിൽ തൊഴിലാളി സംഘടനകൾ ഇപ്പോൾ സമരപാതയിലാണ്. ഗിഗ് വർക്കർമാർ രാജ്യമെങ്ങും പ്രക്ഷോഭത്തിലാണ്. വിദ്യാർത്ഥി സമരത്തിന് മുമ്പ് ഈ ഏകാധിപത്യ ഭരണകൂടത്തെ മുട്ടുകുത്തിച്ചത് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള കർഷകരാണ്. ഇനിയൊരു 25 വർഷം അല്ലെങ്കിൽ 50 വർഷം ഈ വർഗീയ ഭരണകൂടം തന്നെയാണ് തുടരാൻ പോകുന്നത് എന്നുള്ള തോന്നലാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പോലും ഉണ്ടായിരുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ആ നിലയിലുള്ള ആഖ്യാനമാണ് ഈ രാജ്യത്ത് സൃഷ്ടിച്ചിട്ടുള്ളതെങ്കിൽ, ഇപ്പൊ നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഈ ഭരണകൂടം അവസാനിക്കാൻ പോവുകയാണ് എന്ന്. വിദ്യാർത്ഥി സമരത്തിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. എന്താ വിദ്യാർത്ഥി സമരം? വിദ്യാർത്ഥി സമരം എങ്ങനെയാ തുടങ്ങിയത്? നമ്മുടെ നാട്ടിലെ സാധാരണഗതിയിൽ നടക്കുന്ന പരീക്ഷകൾ പോലും ഏറ്റവും സമ്പന്നർക്ക് മാത്രമായി കാഴ്ചവെക്കുന്ന രീതിയിലുള്ള ഒരു വൈകല്യം ഈ ഭരണ സംവിധാനത്തിൽ പിടികൂടിയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ്. സാധാരണഗതിയിൽ നമ്മൾ ഉപരിപ്ലവമായി സമരത്തെ നോക്കിക്കാണുമ്പോ ആ നിലയിലാണ് നമ്മൾ കാണുക. എന്നാൽ അതാണോ യഥാർത്ഥത്തിൽ സംഭവം? ഒരു പരീക്ഷ നടത്താൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷെ അതിന് നമ്മളൊന്ന് അന്വേഷിച്ചു പോയാൽ ഈ രാജ്യത്തിന്റെ തൊഴിലില്ലായ്മ, ഈ രാജ്യത്തെ അസമത്വം,
ഈ രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങളുടെയും ജനാധിപത്യ സ്ഥാപനങ്ങളുടെയും തകർച്ച. ഇതാണ് യഥാർത്ഥത്തിലെ ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി സമരത്തിന്റെ അടിസ്ഥാന കാരണങ്ങൾ എന്ന് നമുക്ക് ഒരു പരിശോധന നടത്തിയാൽ വ്യക്തമാകും. അതുകൊണ്ട് തന്നെ ആ സമരത്തിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിലൂടെ ആ പ്രക്ഷുബ്ധമായ മനസ്സവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ കൂടി അതിജീവിക്കാനുള്ള കരുത്ത് ഈ വർഗീയ ഏകാധിപത്യ ശക്തികൾക്ക് പോലുമില്ല എന്നുള്ള തിരിച്ചറിവ് ഞാനും നിങ്ങളെയും എന്നെയും നിങ്ങളെയും പോലുള്ള പൗരന്മാർക്കുണ്ടാകുന്നത്. ഇവിടെ ഒരു മതേതര സമൂഹമായി നിലകൊള്ളുക എന്നുള്ള നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ കാര്യം, അതിലാണ് വിള്ളലുണ്ടായിട്ടുള്ളത്. ആ വിള്ളല് തിരിച്ചു പിടിക്കാൻ എളുപ്പമല്ല. അതുകൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള വെല്ലുവിളികളെ ജനാധിപത്യ ഇന്ത്യക്ക് നേരിടേണ്ടി വരുന്നത്. നോക്കൂ, ഈ വർഗീയ ഭരണകൂടം, ഈ സ്വേച്ഛാധിപത്യ ഭരണകൂടം എങ്ങനെയാണ് അധികാരത്തിലെത്തിയത്? 2014 നമുക്കറിയാം, ഏത് ചെകുത്താൻ വന്നാലും വേണ്ടിയില്ല, സോണിയാഗാന്ധി പിന്നിൽ നിന്ന് നയിക്കുന്ന, അല്ലെങ്കിൽ സോണിയാഗാന്ധി ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടത്തുന്ന ഭരണകൂടം അവസാനിക്കണമെന്ന് രാജ്യം ചിന്തിച്ചു. ഒരു ചെകുത്താനെ തന്നെ ഭരണകൂടമായി നമുക്ക് കിട്ടുകയും ചെയ്തു. 2019 ആയപ്പോഴേക്കും ദേശീയ വികാരം നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ചു. പുൽവാമ, ബാലക്കോട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അത് കുറച്ചുകൂടി വിശദമായി പഠിച്ചാൽ എങ്ങനെയാണ് ബാലക്കോട്ട് ഉണ്ടായത്, ബാലക്കോട് ഒരു ആഖ്യാനമാക്കി എങ്ങനെയാണ് ഉണ്ടാക്കിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പബ്ലിക് ടിവിയുടെ കേസുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ വ്യക്തമാവും. ഞാൻ അതേക്കുറിച്ചൊന്നും ദീർഘമായി പോകുന്നില്ല. 2024 ആയപ്പോഴേക്കും നമുക്കറിയാം, അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ BJP എങ്ങനെയാണോ 1984 മുതൽ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി രാമക്ഷേത്രം ഉപയോഗിച്ചത്, അതിന്റെ കൾമിനേഷനായിരുന്നു, അതിന്റെ അവസാന മൈൽ പോസ്റ്റുകളിൽ ഒന്നായിരുന്നു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. എന്നിട്ടും BJPക്ക് ആകെ കിട്ടിയത് വെറും 240 സീറ്റുകളാണ്. 272 സീറ്റുകൾ ഭരണത്തിലേറാൻ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമുള്ളപ്പോ BJPക്ക് കിട്ടിയത് വെറും 240 സീറ്റുകൾ.